അന്ന് ഐ ലവ് യു എന്ന 3 വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നീ കേട്ടില്ല. ഇന്ന് ഗെറ്റ് വെൽ സൂൺ എന്ന 3 വാക്ക് പറഞ്ഞ് ഉമ്മ തരാൻ പോവാ. ഇതും നീ അറിയാൻ പോകുന്നില്ല. സിസ്റ്ററെ, ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് വന്നാൽ പോരായിരുന്നോ? ഒരു കിസ്സാ മിസ്സായത്. ലഫ്റ്റനന്റ് ജനറൽ MJ റഹ്മാൻ, നിങ്ങളുടെ മകൻ സുഭാഷിന്റെ ചീഫ്. ദിസ് ദിയ. കേണൽ സുഭാഷ് ലീഡ് ചെയ്ത ഓപ്പറേഷനിൽ ദിയ ആയിരുന്നു പാർട്ണർ. വരൂ, സുഭാഷിനെ കാണാം. അവൻ എന്താ പറ്റി? 2 ദിവസം മുമ്പ് ഒരു ടെററിസ്റ്റ് ക്യാമ്പ് ക്ലിയർ ചെയ്യാൻ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. എല്ലാം സക്സസ് ആയി തിരിച്ചു വരുമ്പോൾ അൺഎക്സ്പെക്ടഡായി മറഞ്ഞിരുന്ന സുഭാഷിനെ ഷൂട്ട് ചെയ്യായിരുന്നു. സുഭാഷേ, അയ്യോ മോനെ, നിനക്കിത് എന്ത് പറ്റിയടാ? സുഭാഷ് 2 ദിവസം കോമയിലായിരുന്നു. നത്തിങ് ടു വറി. പേടിക്കണ്ട, അവനൊന്നും സംഭവിക്കില്ല. എനിക്കിങ്ങനെ കാണേണ്ടി വന്നല്ലോ അളിയാ. എന്താ അളിയാ ഇങ്ങനെ മിണ്ടാതെ കിടക്കുന്നേ? എങ്ങനെ കിടക്കാതിരിക്കുമല്ലേ? ഞാൻ സ്നേഹം കൊണ്ട് വന്നാണെന്ന് കരുതിയോ? നീ പെട്ടിയിലായത് കണ്ട് കുലുങ്ങി കുലുങ്ങി ചിരിക്കാൻ വന്നോടാ. ഗായത്രി, നിന്റെ ഹസ്ബൻഡിന് സുഭാഷിനോടുള്ള സ്നേഹം കണ്ടോ? അത് പിന്നെ കാണില്ലേ? രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരല്ലേ? അളിയാ, നിന്നെ വെടിവെച്ചവനെ എങ്ങനെ എന്റെ കൈ കിട്ടിയ? അവന്റെ ഒരു ഫോട്ടോ എടുത്തോണ്ട് വന്ന് പൂജാമുറിയിൽ വെച്ച് പൂജിക്ക് വിടാൻ ഞാൻ അത്രത്തോളം നീ എന്നെ ദ്രോഹിച്ചിട്ടുണ്ടാ. ചേച്ചി പറയുന്ന കേക്ക്. അവനെ കല്യാണം കഴിക്കില്ലേ? വേണ്ട ചേച്ചി. മിലിറ്ററിന്ന് ലീവ് കിട്ടില്ലെന്ന് പറഞ്ഞ് ലാസ്റ്റ് ദിവസം വന്നിട്ട് കല്യാണം മുടക്കാൻ നോക്കുന്നോ? ചുമ്മാ തിരികെ ചേട്ടത്തി. ചേച്ചി വെറുതെ ഇവനെ കല്യാണം കഴിച്ച് എന്റെ ജീവിതം പാഴാക്കല്ലേ. ഇവനൊരു മണ്ടനാ. സ്കൂളിൽ എന്റെ സീനിയർ ആയിരുന്നു. തോറ്റതോടെ എന്റെ ക്ലാസ്സിൽ എത്തിയതാ. പഠിച്ച അവസാനം ഞാൻ പാസ്സായില്ലേ? ബുദ്ധിയുള്ളവർ അങ്ങനെ. ഞാൻ മണ്ടനാണെന്നോ? ഞാൻ നിന്നെ പോലെ തോക്കും കൂടി നാട് മുഴുവൻ അലയുകല്ല. ഫോർ എംബസി വിത്ത് AC. ഫോറിലാ ജോലി ചെയ്യുന്ന അറിയോ? ചേച്ചി, ഇവന്റെ പല്ല് കണ്ടില്ലേ? എന്നിട്ട് സമ്മതിച്ചോ? ഇവളെന്റെ പല്ല് കണ്ടിട്ടല്ല, സ്കില്ല് കണ്ടിട്ടാ സമ്മതിച്ചത്. അല്ലേ പപ്പിക്കുട്ടി? സുഭാഷേ, അവൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ കല്യാണത്തിന് സമ്മതിച്ചത്. വേണ്ട, അയ്യോ, താലി കെട്ടല്ലേ? പറയുന്ന കേക്ക്. അയ്യോ, താലി കെട്ടരുത്. താലി കെട്ടരുത്. ഞാൻ പറയുന്നത് കേക്ക്. ഏയ്, നിന്നോടാ പറഞ്ഞത്, കെട്ടരുത്. കെട്ടിക്കളഞ്ഞോടാ നിന്നെ. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ട സമയത്ത് നീ എന്നെ പല്ല് വെക്കാൻ വിട്ടില്ലേടാ. സർ, പേഷ്യന്റിനെ കുറച്ച് റെസ്റ്റ് വേണം. ഓക്കെ ഡോക്ടർ, പേഷ്യന്റ് റെസ്റ്റ് എടുക്കട്ടെ. അയാളൊന്ന് സമാധാനിപ്പിക്കാം. ഒന്നും പേടിക്കണ്ട കേട്ടോ. രാവിലെ അമ്പലത്തില് നിനക്ക് വേണ്ടി പുഷ്പാഞ്ജലി നടത്തിയതിന്റെ കുങ്കുമ ഇനി നിനക്കൊന്നും വരില്ല. നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് നീ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അന്നാ എനിക്കിഷ്ടായത്. അന്ന് മുതലേ എന്റെ മനസ്സില് നീയുണ്ട്. പക്ഷെ ഇത് നേരിട്ട് പറയാൻ പറ്റിയില്ല. നിന്നെ കാണുമ്പോഴേ ഒരു പേടി. ഇത് പറയാനായി 3 മാസം മുൻപ് നിന്റെ പിറന്നാളിന്റെ അന്ന് ഞാൻ നിന്റെ റൂമിലേക്ക് വന്നിരുന്നു. ധൈര്യമായിട്ട് നിന്നെ പ്രപ്പോസ് ചെയ്യാന്ന് വെച്ചു. പക്ഷെ നീ നല്ല ഉറക്കമായിരുന്നു. എന്ത് ചെയ്യണം എന്നാലോചിച്ച് അറിയാതെ ഒരു ഉമ്മ തന്നു. അന്ന് ഐ ലവ് യു എന്ന 3 വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നീ കേട്ടില്ല. ഇന്ന് ഗെറ്റ് വെൽ സൂൺ എന്ന 3 വാക്ക് പറഞ്ഞ് ഉമ്മ തരാൻ പോവാ. ഇതും നീ അറിയാൻ പോകുന്നില്ല. സിസ്റ്ററെ, ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് വന്നാൽ പോരായിരുന്നോ? ഒരു കിസ്സാ മിസ്സായത്.